നമസ്കാരം. നിയന്ത്രണ രേഖയിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചു കഴിഞ്ഞു ഇന്ത്യ. ഭീകരർക്കായി തിരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തു. ഭീകരരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചു കഴിഞ്ഞത്. കടുത്ത നിയന്ത്രണത്തിന് പിന്നാലെ മിസൈൽ പരീക്ഷണത്തിനും ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ. പാക് സർക്കാരിന്റെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ മരവിപ്പിച്ചു. നടപടി കേന്ദ്ര സർക്കാർ ആവശ്യപ്രകാരമാണ്. ഗവൺമെന്റ് ഓഫ് പാകിസ്ഥാൻ എന്ന ടാഗിലുള്ള അക്കൗണ്ടുകൾക്കാണ് വിലക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന് നാവികാഭ്യാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പാകിസ്ഥാൻ. മിസൈൽ പരീക്ഷണം നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇന്ത്യൻ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യയുടെ നയതന്ത്ര തിരിച്ചടിക്ക് പിന്നാലെ പാകിസ്ഥാനിൽ ഇന്ന് ദേശീയ സുരക്ഷാ കമ്മിറ്റിയുടെ യോഗം ചേരും. പാക് പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ പ്രധാന ക്യാബിനറ്റ് മന്ത്രിമാരും സുരക്ഷാ സേനയിലെ ഉന്നതരും പങ്കെടുത്തേക്കും. അതിനിടെ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി ഊർജിത തിരച്ചിൽ തുടരുകയാണ്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. ഇന്നലെ ബരാമുള്ളയിലും കുൽഗാമിലും ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് നടപടി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് സർവകക്ഷി യോഗം ചേർന്നേക്കും. കോൺഗ്രസ് അടക്കം എല്ലാ പ്രതിപക്ഷ പാർട്ടികളിലെയും നേതാക്കളെയും യോഗത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. US സന്ദർശനം വെട്ടിച്ചുരുക്കി തിരിച്ചെത്തിയ രാഹുൽ ഗാന്ധിയും യോഗത്തിൽ പങ്കെടുക്കും. അതേസമയം പാകിസ്ഥാന്റെ ഉന്നത നയതന്ത്രജ്ഞനായ സാദ് അഹമ്മദ് വാറിച്ചിനോട് രാജ്യം വിടാൻ ഇന്ത്യ നിർദ്ദേശം നൽകി. അസ്വീകാര്യനായതിനാൽ ഇന്ത്യ വിടണമെന്ന നോട്ടീസാണ് നൽകിയത്. അസ്വീകാര്യർ എന്ന് പ്രഖ്യാപിച്ച പാക് സേനാ ഉപദേഷ്ടാക്കൾക്കും നോട്ടീസ് നൽകി കഴിഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിച്ച ഇന്ത്യൻ നടപടി അപക്കുമെന്നാണ് പാകിസ്ഥാന്റെ മറുപടി. പാക് പങ്ക് വ്യക്തമാക്കുന്ന തെളിവ് ഇന്ത്യ ഇതുവരെ കൈമാറിയിട്ടില്ല. ഉചിതമായ മറുപടി നൽകുമെന്നും പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ പറഞ്ഞു. കറാച്ചി തീരത്തിന് സമീപം മിസൈൽ പരീക്ഷണം നടത്താനും പാകിസ്ഥാൻ നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന് നാവികാഭ്യാസവും പ്രഖ്യാപിച്ചു. ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചു. അട്ടാരിയിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പൂർണ്ണമായും അടച്ചു. നിലവിൽ ഇന്ത്യയിലുള്ള എല്ലാ പാക് പൗരന്മാരുടെ വിസ റദ്ദാക്കി. എല്ലാ പാക് പൗരന്മാരും 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിടണമെന്ന നിർദ്ദേശവുമാണ് നൽകിയത്. പാക് പൗരന്മാർക്കിനി വിസ നൽകില്ല എന്നും തീരുമാനിച്ചു കഴിഞ്ഞു. സാർക്ക് വിസ എക്സ്റ്റൻഷൻ സ്കീം പ്രകാരം വിസ ലഭിച്ച എല്ലാ പാകിസ്ഥാൻ പൗരന്മാരുടെയും വിസ റദ്ദാക്കി. പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥന്മാർക്ക് രാജ്യം വിടാൻ ഒരാഴ്ചയാണ് സമയം നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലുള്ള പാകിസ്ഥാന്റെ നയതന്ത്ര കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം 55-ൽ നിന്ന് 30 ആക്കിയാണ് വെട്ടിക്കുറച്ചത്. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ പ്രതികരണം വന്നിരിക്കുന്നത്.